പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ലംഘിച്ച് ഇപ്പോഴും ടിൻ ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂരയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. കലഞ്ഞൂർ പാടത്തുള്ള സർക്കാർ LP സ്കൂളിന് അതുകൊണ്ട് തന്നെ ഇത്തവണ ഫിറ്റ്നസ് കിട്ടുമോ എന്ന് പോലും സംശയമാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയത് പണിയുമെന്ന സർക്കാർ വാഗ്ദാനവും വെള്ളത്തിൽ വരച്ച വരയായി. സ്കൂൾ മുറ്റത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന കൂറ്റൻ മരം മുറിച്ചു നീക്കാനും ഇതുവരെ നടപടിയായില്ല. സീറ്റ് മാറണം, പുതിയ കെട്ടിടങ്ങൾ വേണം, പിന്നെ കളിക്കാനുള്ള ഇടമൊക്കെ, പിന്നെ പാർക്കൊക്കെ വേണം. സ്കൂളിൽ നല്ല കെട്ടിടവും കളിസ്ഥലവും മേൽക്കൂരയും എല്ലാം വേണമെന്നാണ് 2ാം ക്ലാസ്സുകാരി നിഹാനയുടെ ആഗ്രഹം. നിഹാനയെ പോലെയുള്ള ഒരുപാട് കുരുന്നുകളുടെ ആഗ്രഹമാണിങ്ങനെ എങ്ങും എത്താതെ കിടക്കുന്നത്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2019 സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ആസ്ബറ്റോസ്, ടിൻ, അലൂമിനിയം ഷീറ്റുകൾ പൂർണ്ണമായും നിരോധിച്ചതാണ്. എന്നാൽ സർക്കാരിൻ്റെ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് ഗവൺമെൻറ് SKV LP സ്കൂൾ പാടം പ്രവർത്തിക്കുന്നത്. രണ്ട് വർഷത്തിനകം അത്തരത്തിലുള്ള മേൽക്കൂരകൾ മാറ്റി സ്ഥാപിക്കണമെന്നായിരുന്നു നിർദ്ദേശം. 7 വർഷങ്ങൾക്കിപ്പുറവും ഇവിടെ മാറ്റമൊന്നുമില്ല. ഷീറ്റ് ആക്കിയത് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, ചൂടാണ്. അതുപോലെ സൗണ്ട്, മഴയും കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ സൗണ്ടാണ്. പിന്നെ ഇതിലെ ഉപരിയായിട്ട് നമുക്ക് MLA ഒരു സ്കൂൾ പണിയാൻ ഫണ്ട് അനുവദിച്ച 2024 ഫണ്ട് അനുവദിച്ചതാണ്. പക്ഷേ ഇതുവരെ അതിൻ്റെ പണി നടത്തുകയോ ഒന്നും നടത്തിയില്ല. അവർ ഫ്ലെക്സുകളിലും പിന്നെ ഇലക്ഷനുകൾ ഓരോ വാഗ്ദാനങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ ഇതുവരെ യാതൊന്നും അത് നടത്തിയിട്ടില്ല. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾക്കും പേടിയാണ്. കറണ്ട് പോകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോൾ പിന്നെ മഴയത്ത് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളം ടീച്ചറെ എക്സ്ട്രാ കുപ്പികളിൽ വെള്ളം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഉണക്കായാലും മഴയായാലും വെള്ളം ഒട്ടുമില്ല ഇവിടെ. പേടിയൊക്കെ ചില സമയത്ത് ഓരോ ജീവികൾ വരെ അപ്പുറത്തെ LKG UKG ചത്ത് കിടക്കുന്നവരെ കാണാം. പാടം LP സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെയും ആഗ്രഹം സ്കൂൾ സ്മാർട്ടായി കാണണമെന്ന് തന്നെ. ഞങ്ങൾ പഠിക്കുമ്പോഴും ഭയങ്കര ചൂടും മഴയൊക്കെ പെയ്യും. നമ്മൾ എഴുതുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. മരപ്പെട്ടിയുടെ ശല്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്കൂളൊന്ന് നല്ലതായി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഷീറ്റ് മാറ്റി കുറച്ച് ഒന്നുകൂടെ പുരോഗമിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട്. ഷീറ്റ് മാറിയ നല്ലത്, മാറിയ ബാക്കിയുള്ള വരുന്ന കുട്ടികൾക്ക് നല്ലത്. വരുന്ന കൊച്ചുങ്ങൾക്ക് അല്ലാതുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിൽ നല്ല കെട്ടിടത്തിൽ പഠിക്കണം എന്നല്ല ആഗ്രഹം. ബാക്കിയുള്ളവർക്ക് പഠിക്കാൻ ചൂട് മാറിയ നല്ലത്. പെട്ടെന്ന് ചൂട് പിടിക്കുന്നതോ തീ പിടിക്കുന്നതോ ആയ വസ്തുക്കളൊന്നും തന്നെ സ്കൂൾ മേൽക്കൂരയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. ചട്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ആരുമില്ല. കെട്ടിടം പണിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഏപ്രിൽ മാസം അവസാനം ഇവിടെ ഒരു പരിപാടി നടത്തി. അത് കഴിഞ്ഞിട്ട് പോയതാണ്. ഏപ്രിൽ മാർച്ച് അവസാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അത് കണ്ടില്ലേ, ഈ രീതിയിലാണ് പാട സ്കൂൾ. അടുത്ത പിന്നെ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കാനുള്ളതാണ്. ഇനി 30 ദിവസം ഇല്ല. സ്കൂള് അടയ്ക്കുന്നതിൻ്റെ പിറ്റേന്ന് പണി തുടങ്ങുമെന്ന് പറഞ്ഞു. പണിയെന്ന് വെച്ചാൽ ഈ 2 മാസം കൊണ്ട് വാർപ്പാക്കണമെന്ന് പറഞ്ഞാണ് കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ MLA പറഞ്ഞിട്ടാണ് ഉടനെ 1 കോടി രൂപ അതിനെ അനുവദിച്ചിട്ടുണ്ടെന്നും പറഞ്ഞാണ് ഇത് വന്ന് ഇവിടെ എല്ലാവരുടെയും ഈ ഇലക്ഷനെ നേരം. പുതിയ അധ്യയന വർഷം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി. എന്നിട്ടും സ്കൂളിന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റമില്ല. പാടം SKV LPസിലെ കുട്ടികളെല്ലാം സ്മാർട്ടാണ്, പക്ഷേ സ്കൂൾ സ്മാർട്ടല്ല. വരുന്ന വർഷമെങ്കിലും നല്ല കെട്ടിടത്തിലിരുന്ന് പഠിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.